ദൈവനാമം മഹത്വപ്പെടുമാറാട്ടെ. നമുക്ക് വീണ്ടും ഒരു സന്ധ്യാസമയം കൂടെ ഇപ്രകാരം ഒരുമിച്ച് ദൈവസേനയിൽ ഒരുമിച്ച് കൂടുവാനും ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കുവാനും ദൈവം സഹായിച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ബൈബിൾ സർവേയിൽ നമ്മൾ 47-ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഒരുമിച്ച് കടന്നു വരുവാൻ ദൈവം സഹായിച്ചത്. ആമോസിന് ശേഷം അടുത്ത പുസ്തകം ഓബദ്യാവിന്റെ പുസ്തകത്തിലേക്കാണ് നാം ഇന്ന് കടന്നു വരുന്നത്. ഓബദ്യാവിന്റെ പുസ്തകം നമുക്കറിയാം, പഴയ നിയമത്തിലെ ഏറ്റവും ചെറിയ പ്രവചന പുസ്തകവും അതുപോലെ പഴയ നിയമത്തിലെ ഏറ്റവും ചെറിയ പുസ്തകവുമാണ് ഓബദ്യാവിന്റെ പുസ്തകം. ഒരധ്യായവും 21 വാക്യങ്ങളും മാത്രമേ ഈ പുസ്തകത്തില് ഉള്ളൂ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഒറ്റ ഇരിപ്പിൽ തന്നെ ഒരു പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു പ്രവചന പുസ്തകമായിട്ടാണ് ഓബദ്യാവിന്റെ പുസ്തകം ഇരിക്കുന്നത്. ഇതിന്റെ എഴുത്തുകാരനായ ഓബദ്യാവിന്റെ പേരിലാണ്, ഓബദ്യ പ്രവാചകന്റെ പേരിലാണ് ഈ പുസ്തകം അറിയപ്പെടുന്നത്. മറ്റ് പ്രവചന പുസ്തകങ്ങളും അതുപോലെ തന്നെയാണ്. എല്ലാ പ്രവചന പുസ്തകങ്ങളും ആ പ്രവാചകന്റെ അല്ലെങ്കിൽ എഴുത്തുകാരന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ആ നിലയിൽ ഓബദ്യാവിന്റെ പുസ്തകവും ഇതിന്റെ എഴുത്തുകാരനായിട്ടുള്ള ഓബദ്യാവിന്റെ പേരിലാണ് ഈ പുസ്തകം അറിയപ്പെടുന്നത്. ഓബദ്യാവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം യഹോവയുടെ ദാസൻ, യഹോവയുടെ ദാസൻ അല്ലെങ്കിൽ യഹോവയുടെ ആരാധകൻ. ഈ രണ്ട് നിലയിലും ഓബദ്യാവിന്റെ അർത്ഥം നമുക്ക് കാണാൻ സാധിക്കും. യഹോവയുടെ ദാസൻ അല്ലെങ്കിൽ ആരാധകൻ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഓബദ്യാവിന്റെ ഈ ചെറിയ പുസ്തകത്തില് ഏദോമിനെതിരെയുള്ള യഹോവയുടെ ന്യായവിധിയാണ് ഇവിടെ പ്രവാചകൻ ഇവിടെ പറയുന്നത്, ഇവിടെ എഴുതിയിരിക്കുന്നത്. ഏദോമിനെ കുറിച്ചുള്ള യഹോവയുടെ ന്യായവിധിയാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്, ഇതിലെ പ്രവചന വിഷയം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഓബദ്യാവ് എന്നുള്ള പ്രവാചകനെ കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ, പ്രവാചകനെ കുറിച്ച് യാതൊന്നും പ്രസ്താവിച്ചിട്ടില്ല ഈ പുസ്തകത്തിലോ അല്ലെങ്കിൽ ഇതിന്റെ വെളിയിലോ വേറെ ഒരിടത്തും ഈ പ്രവാചകനെ കുറിച്ച് യാതൊരു സൂചനയും യാതൊന്നും പ്രസ്താവിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ ഓബദ്യാവും തന്നെ ഇവിടെ വെളിപ്പെടുത്തുന്നില്ല. തുടങ്ങുന്നത് ഓബദ്യാവിന്റെ ദർശനം എന്ന് പറഞ്ഞുകൊണ്ടാണ്. നേരിട്ട് ആ മെസ്സേജിലേക്ക്, ദൈവം കൊടുത്ത സന്ദേശത്തിലേക്ക് ഓബദ്യാവ് പോകുന്നു. അതുപോലെ ആ സന്ദേശം ആരംഭിക്കുകയും അതുപോലെ തന്നെ ആരംഭിക്കുകയും ചെയ്യുന്ന കാഴ്ച, ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്ന കാര്യം നമുക്ക് കാണാൻ സാധിക്കും. 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഓബദ്യാവിന്റെ ദർശനം യഹോവയെ കർത്താവ് ഏദോമിനെ കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നേരിട്ട് തുടങ്ങുന്നത്. 21-ാം വാക്യത്തിൽ ഏശാവിന്റെ മുഖത്തെ ന്യായം വിധിക്കേണ്ട രക്ഷകന്മാർ സീയോൻ പർവ്വതത്തിൽ കയറി ചെല്ലും, രാജ്യത്വം യഹോവയ്ക്കുള്ളതാകും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇത് തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്തു. അതായത് പ്രവാചകനെ കുറിച്ചുള്ള യാതൊരു കാര്യങ്ങളും നമുക്ക് ഈ പുസ്തകത്തിൽ നാം കാണുന്നില്ല. സ്വയം വെളിപ്പെടുത്തുന്നതിനേക്കാൾ ഉപരി ദൈവം തനിക്ക് നൽകിയ ദൂത് അത് വെളിപ്പെടുത്തുന്നതായിരുന്നു ഓബദ്യാവിന്റെ ലക്ഷ്യം. അതുകൊണ്ട് പ്രവാചകൻ തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല. ദൈവം എന്ത് ദൂതാണോ പറഞ്ഞത് ആ ദൂതിലേക്ക് നേരിട്ട് കടക്കുകയും അത് വെളിപ്പെടുത്തുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനിയും ഓബദ്യാവിന്റെ പ്രവചനകാലം അല്ലെങ്കിൽ ശുശ്രൂഷ കാലത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ, ഏത് സമയത്താണ് ഓബദ്യാവ് ശുശ്രൂഷിച്ചത്, ആ ശുശ്രൂഷ കാലഘട്ടം നാം ചിന്തിക്കുകയാണെങ്കിൽ പല അഭിപ്രായങ്ങളും ദൈവദാസന്മാരുടെ ഇടയില്, പണ്ഡിതന്മാരുടെ ഇടയില് ഉണ്ട്. കാരണം അതും ഇവിടെ പരാമർശിച്ചിട്ടില്ല. ഏത് സമയത്താണ്, ഏത് കാലത്തിലാണ് ഓബദ്യാവ് തന്റെ പ്രവചന ശുശ്രൂഷ നിർവഹിച്ചത് എന്ന് നമുക്ക് ഈ പുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ നമുക്ക് മനസ്സിലാക്കാം, ഇതിലെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇതിലെ വിഷയങ്ങളൊക്കെ വെച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ, പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരുപക്ഷെ യഹൂദ രാജാവായ ആഹാസ് രാജാവിന്റെ കാലത്താണ് ഓബദ്യാവ് ജീവിച്ചിരുന്നതും ഓബദ്യാവ് തന്റെ ശുശ്രൂഷ നിവർത്തിച്ചതും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്, നമുക്ക് അതിനുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആഹാസ് രാജാവിന്റെ, യഹൂദ രാജാവായിട്ടുള്ള ആഹാസിന്റെ കാലഘട്ടത്തിലാണ് ഓബദ്യാവ് തന്റെ ശുശ്രൂഷ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാം, എന്ന് നമുക്ക് അനുമാനിക്കാനായിട്ട് സാധിക്കും. അതിന് പല കാരണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ, ഈ ഓബദ്യാവിന്റെ പ്രവചന പുസ്തകത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ചെറിയ പ്രവാചകന്മാരിൽ, നമുക്കറിയാം ഹോശേയ മുതൽ മലാക്കി വരെയുള്ള പുസ്തകങ്ങളാണ് ചെറിയ പ്രവാചക പുസ്തകങ്ങൾ അല്ലെങ്കിൽ ചെറിയ പ്രവാചകന്മാർ. ഈ ചെറിയ പ്രവാചകന്മാരിൽ ഹോശേയ, യോവേൽ, ആമോസ് എന്നീ 3 പ്രവാചകന്മാർക്ക് ശേഷം അല്ലെങ്കിൽ 3 പ്രവാചക പുസ്തകങ്ങൾക്ക് ശേഷം 4ാമതായിട്ടാണ്, ഈ 3 പ്രവചനങ്ങൾ കഴിഞ്ഞ് 4ാമതായിട്ടാണ് ഈ ഓബദ്യാവിന്റെ ഈ പുസ്തകം ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
അതുകൊണ്ട് ഇത് കൂട്ടിച്ചേർത്ത, ഈ പുസ്തകം കൂട്ടിച്ചേർത്ത യഹൂദ പിതാക്കന്മാര്, യഹൂദ പിതാക്കന്മാര് അവര് വിശ്വസിച്ചിരുന്നത് ഈ പ്രവാചകന്മാർക്ക് ശേഷം, അതായത് ഹോശയ്യാവ്, യോവേൽ, ആമോസ് എന്നീ പ്രവാചകന്മാർക്ക് ശേഷമാണ് ഓബദ്യാവ് ജീവിച്ചിരുന്നത് എന്ന് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് ഹോശയ്യ, യോവേൽ, ആമോസ് എന്നിവർക്ക് ശേഷം ഇവിടെ ഓബദ്യാവിന്റെ പുസ്തകം ഈ ചെറിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ചേർത്തിരിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവരുടെ ഹോശയ്യ, യോവേൽ, ആമോസ് ഇവരുടെ പ്രവചന കാലഘട്ടത്തെ കുറിച്ച് നാം കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചതാണ്. അതിലേക്ക് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഈ പ്രവചനത്തിലെ വിഷയങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ പ്രവചനത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത്, നിന്റെ സഹോദരനായ യാക്കോബിനോട് നീ ചെയ്ത സാഹസ നിമിത്തം ലജ്ജ നിന്നെ മൂടും, നീ സദാകാലത്തേക്കും ഛേദിക്കപ്പെടും. ഇത് ഏദോമിനെ കുറിച്ചുള്ള പ്രവചനമാണ്. ഏദോമിനോടാണ് ഈ പറയുന്നത്. നീ എതിരെ നിന്ന നാളിൽ അന്യജാതിക്കാർ അവന്റെ സമ്പത്ത് അപഹരിച്ചു കൊണ്ടുപോവുകയും അന്യദേശക്കാർ അവന്റെ ഗോപുരങ്ങളിൽ കടന്ന് യെരൂശലേമിന് ചീട്ടിടുകയും ചെയ്ത നാളിൽ തന്നെ നീയും അവരിൽ ഒരുത്തനെ പോലെ ആയിരുന്നു. നിന്റെ സഹോദരന്റെ ദിവസം അവന്റെ അനർത്ഥ ദിവസം തന്നെ നീ കണ്ട് രസിക്കേണ്ടതല്ല. നീ യഹൂദ്യരെ കുറിച്ച് അവരുടെ അപായ ദിവസത്തിൽ സന്തോഷിക്കേണ്ടതല്ല. അവരുടെ കഷ്ട ദിവസത്തിൽ നീ വമ്പ് പറയേണ്ടതല്ല. അങ്ങനെ താഴോട്ട് നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഇവിടെ യഹൂദ ജനത്തിന് വിരോധമായിട്ട് അന്യജാതിക്കാർ വന്ന് അവരുടെ സമ്പത്ത് അപഹരിച്ചു കൊണ്ടുപോയി. ചുറ്റുമുള്ള ജാതികൾ വന്ന് അവരുടെ സമ്പത്ത് അപഹരിച്ചു കൊണ്ടുപോയി. അപ്പോൾ ആ സമയത്ത് ഏദോമും യഹൂദയ്ക്ക് വിരോധമായിട്ട് പ്രവർത്തിക്കുകയും അനേകരെ സംഹരിക്കുകയും അതുപോലെ അടിമകളാക്കി കൊണ്ടുപോവുകയും ചെയ്തതായിട്ട് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ കാര്യങ്ങളൊക്കെ ആഹാസ് രാജാവിന്റെ ഭരണകാലത്താണ് നടന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓബദ്യാവിന്റെ ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയങ്ങളൊക്കെ ആഹാസ് രാജാവിന്റെ കാലത്താണ് നടന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിലേക്ക് നമുക്ക് ഒന്ന് കടന്നു പോകാം. രാജാക്കന്മാർ 2-ാം പുസ്തകം അതിന്റെ 16-ാം അധ്യായം 16-ാം ഭാഗം. രാജാക്കന്മാർ 2-ാം പുസ്തകം 16-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം വായിക്കാം. അതിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആഹാസ് രാജാവായി. ആഹാസിന്റെ വായിച്ചു തുടങ്ങുന്ന കാര്യം 1-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. എന്നിട്ട് അതിന് 6-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ 2 രാജാക്കന്മാർ 16-ന്റെ 6 അന്ന് അരാം രാജാവായ രസീൻ ഏലത്ത് വീണ്ടെടുത്ത് അരാമിനോട് ചേർത്ത് യഹൂദന്മാരെ ഏലത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അരാമ്യർ ഏലത്തിൽ വന്ന് ഇന്നുവരെയും അവിടെ പാർക്കുന്നു. അവിടെ നമ്മൾ കാണുന്നത് അരാം രാജാവായിട്ടുള്ള രസീൻ യഹൂദയ്ക്കെതിരായിട്ട് വന്ന് ഏലാത്ത് പിടിച്ചെടുക്കുകയും യഹൂദന്മാരെ അവിടെ നിന്ന് നീക്കിക്കളയുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. പിന്നീട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിലേക്ക് പോവുകയാണെങ്കിൽ, ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 28-ാം അധ്യായം, 2 ദിനവൃത്താന്തങ്ങൾ 28 അതിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചത് കൊണ്ട് റെമല്യാവിന്റെ മകനായ പെക്കെ യൂദായിൽ 1,20,000 പേരെ ഒരു ദിവസം സംഹരിച്ചു. അവരെല്ലാവരും പരാക്രമശാലികളായിരുന്നു. എഫ്രൈമ്യ വീരനായ സിക്രി രാജകുമാരനായ മയർഷയാവിന്റെ രാജധാനി വിചാരകനായ അസ്രിഗാമിനെയും രാജാവിന് രണ്ടാമനായിരുന്ന എൽക്കോനയെയും കൊന്നുകളഞ്ഞു. ഇസ്രായേല്യർ തങ്ങളുടെ സഹോദരജനത്തിൽ സ്ത്രീകളും പുത്രന്മാരും പുത്രിമാരുമായി 2,00,000 പേരെ പിടിച്ചു കൊണ്ടുപോയി. നമ്മളിവിടെ കാണുന്നത് ഇസ്രായേൽ രാജാവായിട്ടുള്ള പേക്കഹ് 1,20,000 പേരെ സംഹരിച്ചു.
ഇവിടെ യഹൂദയില് ഇസ്രായേൽ രാജാവായിട്ടുള്ള പേക്കഹ് 1,20,000 പേരെ സംഭരിക്കുകയും 2,00,000 പേരെ അടിമകളാക്കി കൊണ്ടുപോവുകയും ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ അതിന്റെ 7-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് അവര് എഫ്രൈമ്യ വീരനായ സിക്രി, രാജകുമാരനായ മഹേഷ്യാവിൻ, രാജധാനി വിചാരകനായ അസ്രീകാമിനെയും രാജാവിന് രണ്ടാമനായ എൽക്കാനെയും കൊന്നുകളഞ്ഞു. അപ്പോൾ ആ നിലയിൽ അരാം രാജാവ് വന്ന് അവര് ചില നഗരങ്ങൾ പിടിച്ചെടുത്തു. ഇസ്രായേൽ രാജാവ് വന്ന് യുദ്ധം ചെയ്തു. അതിൽ അനേകരെ 1,20,000 പേരെ സംഭരിച്ചു. 2,00,000 പേരെ അടിമകളാക്കി കൊണ്ടുപോയി. രാജകുമാരനെ അവര് സംഹരിച്ചു. ഇതൊക്കെ ആഹാസിന്റെ സമയത്താണ് നടന്നത്. അതുപോലെ 28-ാം അധ്യായം തന്നെ അതിന്റെ 17-ാം വാക്യത്തില് നാം വായിക്കുന്നുണ്ട്. 17-ാം വാക്യത്തില് 28-17 ഏദോമ്യർ പിന്നെയും വന്ന് യഹൂദ്യരെ തോൽപ്പിക്കുകയും ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഇവിടെ നാം കാണുന്നുണ്ട് ഏദോമ്യർ വന്നിട്ട് ആ സമയത്ത് യഹൂദന്മാരെ തോൽപ്പിച്ചു, അവരെ ബദ്ധരായിട്ട് പിടിച്ചുകൊണ്ടുപോയി. പിന്നീട് അതിന്റെ 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഫെലിസ്ത്യരും താഴ്വീതിയിലും യഹൂദയുടെ തെക്കും ഉള്ള പട്ടണങ്ങളെ ആക്രമിച്ചു. ബേത് ഷെമേഷും അയ്യാലോനും ഗദരോത്തും സൊക്കോവും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും തിമ്നയും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും ഗിംസോവും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും പിടിച്ച് അവിടെ പാർത്തു. അവിടെ ഫെലിസ്ത്യരും വന്ന് യഹൂദയുടെ നേരെ ഫെലിസ്ത്യരും വന്നു അനേക പട്ടണങ്ങളെ അവരും കീഴ്പ്പെടുത്തിയായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ വന്ന് അവരെ ഞെരുക്കുകയും അവരോട് യുദ്ധം ചെയ്യുകയും പല പട്ടണങ്ങളെ പിടിച്ചുകൊണ്ടു പോവുകയും അവരനേകരെ കൊല്ലുകയും അനേകരെ അടിമകളാക്കി കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തു. ആ സമയത്ത് ഏദോമ്യരും വന്ന് അവരെ ആ നിലയില് ഉപദ്രവിക്കുന്നതായിട്ട് യഹൂദരെ തോൽപ്പിച്ച് ബദ്ധരാക്കി കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല ആ സമയത്ത് രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലേക്ക് നാം വീണ്ടും പോവുകയാണെങ്കിൽ 16-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ആഹാസ് യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും കണ്ട വെള്ളിയും പൊന്നും എടുത്ത് അശൂർ രാജാവിന് സമ്മാനമായിട്ട് കൊടുത്തയച്ചു. അപ്പോൾ ആഹാസ് രാജാവ് ദേവാലയത്തിലെ വെള്ളിയും പൊന്നും എടുത്ത് അശൂർ രാജാവിന് കപ്പമായിട്ട് കൊടുക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഓബദ്യാവിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഓബദ്യാവ് വിവരിക്കുന്ന നിലയിലുള്ള നാശനഷ്ടങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഉണ്ടായത് ആഹാസിന്റെ കാലത്തായത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ഏകദേശം BC 731 ആ സമയമാണ് ആഹാസിന്റെ കാലം, BC 731. അതുകൊണ്ട് ഓബദ്യാവിന്റെ ശുശ്രൂഷയും ആ കാലഘട്ടത്തിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആ സമയത്താണ്, ആഹാസ് രാജാവിന്റെ സമയത്താണ് നടന്നത്. അതുകൊണ്ട് ഓബദ്യാവിന്റെ സമയവും ആ സമയമായിരുന്നു നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നാം ആദ്യം പറഞ്ഞതുപോലെ ഏദോമിനെതിരായിട്ടുള്ള പ്രവചനമാണ്. ഏദോമിനെതിരെയുള്ള യഹോവയുടെ ന്യായവിധി, വരാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ചാണ് ഇവിടെ ഓബദ്യാവ് ഇവിടെ പ്രവചിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏദോമിനെ കുറിച്ച് നാം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 36-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 36-ന്റെ 1. ഉൽപ്പത്തി 36-ന്റെ 1. അവിടെ നമ്മൾ കാണുന്നുണ്ട് 36-ന്റെ 1 ഏദോം എന്ന ഏശാവിന്റെ വംശപാരമ്പര്യം. അപ്പോൾ ഏദോം എന്നത് ഏശാവിന്റെ മറ്റൊരു പേരാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏശാവിന്റെ വേറൊരു പേരാണ് ഏദോം. ഏശാവ് എന്ന് പറയും, നമുക്കറിയാം യാക്കോബിന്റെ സഹോദരനാണ് ഏശാവ്, നമുക്ക് അറിയാവുന്നതാണ്. അത് മാത്രമല്ല ഈ ഏശാവിന്റെ സന്തതികളാണ് ഏദോമ്യർ. അതായത് ഇസ്രയേലിയരുടെ സഹോദരങ്ങളാണ്, ഇസ്രയേലിയരുടെ സഹോദരങ്ങളാണ് ഈ ഏദോമ്യർ എന്ന് പറയുന്നത്. അപ്പോൾ ഏശാവിന്റെ സന്തതികളാണ് ഏദോമ്യർ. അതുപോലെ അവര് ഉൽപ്പത്തി പുസ്തകം 36-ാം അധ്യായം 8 മുതൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ 36-ന്റെ 8 മുതൽ അങ്ങനെ ഏദോം എന്നും പേരുള്ള ഏശാവ് സെയീർ പർവ്വതത്ത് കൂടിയിരുന്നു.
സെയീർ പർവ്വതത്തിലുള്ള ഏദോമ്യരുടെ പിതാവായ ഏശാവിന്റെ പാരമ്പര്യമാവിത്. തുടർന്ന് നമുക്ക് ഏശാവിന്റെ അല്ലെങ്കിൽ ഏദോമിന്റെ വംശപാരമ്പര്യം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഏദോമ്യരുടെ പിതാവാണ് ഏശാവ്. അപ്പോൾ ഏശാവ് അല്ലെങ്കിൽ ഏദോം അവര് താമസിച്ചത് പലസ്തീന് തെക്കുള്ള സെയീർ പർവ്വതത്തിലാണ് താമസിച്ചത്. സെയീർ പർവ്വതത്തിലാണ് അവര് താമസിച്ചത്. അവിടെയാണ് അവർ കുടിയിരുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടെ അല്ലെങ്കിൽ ഏദോമ്യരുടെ തലസ്ഥാന നഗരി എന്ന് പറയുന്നത് പെട്ര എന്നുള്ള സ്ഥലമാണ്. പെട്ര ആയിരുന്നു അവരുടെ തലസ്ഥാന നഗരി. സെയീർ പർവ്വതം എന്നാണ് നമുക്ക് കാണാൻ സാധിക്കും. അതൊരു പർവ്വതമാണ്. അപ്പോൾ അതിലെ പെട്ര എന്ന് പറയുന്ന അവരുടെ തലസ്ഥാന നഗരി. അപ്പോൾ സെയീരിലെ ഉയർന്നതും അതുപോലെ പാറയാൽ നിബിഡവുമായിട്ടുള്ള ഒരു മലയുടെ മുകളിലായിരുന്നു ഈ പട്ടണം, അതായത് ഈ പെട്ര നഗരം സ്ഥിതി ചെയ്തിരുന്നത് അല്ലെങ്കിൽ പണിതിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഓപദ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതുകൊണ്ടാണ് ഓപദ്യാവ് അവിടെ പറയുന്നത് 3-4 വാക്യത്തില്, ഓപദ്യാവ് 3-4 വാക്യങ്ങളില് പാറ പിളർപ്പുകളിൽ പാർക്കുന്നവനും ഉന്നതവാസമുള്ളവനും എന്നെ നിലത്ത് തള്ളിയിടുമെന്ന് ഹൃദയത്തിൽ പറയുന്നവനുമായവനെ, നിന്റെ ഹൃദയത്തിന്റെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു. നീ കഴുകനെ പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ആ നിലയില് പാറകളാൽ നിബിഡമായിട്ടുള്ള ഒരു മലയുടെ മുകളിലായിരുന്നു ആ പട്ടണം പണിതിരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ നഗരം മുഴുവനും പാറ കൊണ്ടാണ് പണിയപ്പെട്ടിരുന്നത്. അതായത് അവിടുത്തെ ഭവനങ്ങള്, ക്ഷേത്രങ്ങള്, വ്യവസായ സ്ഥാപനങ്ങള്, ശവകുടീരങ്ങള് എല്ലാം അവിടെയുള്ള സകലവും പാറ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിന്റെ 7-ാം വാക്യം, ഓപദ്യാവിന്റെ പുസ്തകം 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്, നിന്നോട് സഖ്യതയുള്ളവരൊക്കെ നിന്നെ അതിനോട് അയച്ചു കളഞ്ഞു, നിന്നോട് സന്ധിയുള്ളവർ നിന്നെ ചതിച്ചു തോൽപ്പിച്ചിരിക്കുന്നു. നിന്റെ ആഹാരം ഭക്ഷിക്കുന്നവർ നിനക്ക് കണി വെക്കുന്നു, അവന് ബുദ്ധി ഒട്ടുമില്ല. അന്നാളിൽ ഞാൻ ഏദോമിൽ നിന്ന് ജ്ഞാനികളെയും ഏശാവിന്റെ പർവ്വതത്തിന്റെ വിവേകത്തെ നശിപ്പിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ബുദ്ധിമാന്മാര് അല്ലെങ്കിൽ ജ്ഞാനികളായിട്ടുള്ള എഞ്ചിനീയർമാരും അതുപോലെ കലാകാരന്മാരുമാണ് ഈ മനോഹരമായിട്ടുള്ള ഈ പാറയുടെ മുകളിൽ ഈ നഗരം അത് മനോഹരമായിട്ട് പാറയിൽ വെട്ടിയെടുത്തത്. അവർ ആ നിലയിൽ പാറയിൽ വെട്ടിയെടുത്ത ഒരു നഗരമായിട്ടാണ് ഈ പെട്ര നഗരം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പ്രകൃതി സൗന്ദര്യവും അതുപോലെ മനോഹാരിതയും നിറഞ്ഞ ഒരു നഗരമായിരുന്നു പെട്ര എന്ന് നമുക്ക് ആ നിലയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, ഈ പെട്ര നഗരത്തിലേക്ക് കടക്കണമെങ്കിൽ 1 മൈലോളം നീളമുള്ള ഉന്നതമായിട്ടുള്ള പാറകളുടെ ഇടയിലൂടെയുള്ള ഇടവഴിയിൽ കൂടി വേണമായിരുന്നു ഈ നഗരത്തിലേക്ക് പ്രവേശിക്കാൻ. അല്ല വേറെ വഴിയൊന്നുമില്ല. ഈ നഗരത്തിനുള്ളിൽ പ്രവേശിക്കണമെങ്കിൽ 1 മൈലോളം 2 സൈഡിലും വലിയ പാറകളുടെ ഇടയിലൂടെയുള്ള ഒരു ഇടനാഴിയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഇടനാഴിയിൽ കൂടി മാത്രമേ ഈ പെട്ര നഗരത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ശത്രുക്കൾക്ക് കടന്നു വരുവാനോ അവരെ ആക്രമിക്കാനോ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ഈ നഗരത്തെ കുറിച്ചാണ് ഏദോമ്യർ അഹങ്കരിച്ചിരുന്നത്. അതുകൊണ്ടാണ് അവര് ആ നഗരത്തെ കുറിച്ചാണ് അവർ ഇത്രമാത്രം അഹങ്കരിച്ചത്. അവരുടെ അഹങ്കാര വിഷയമായിരുന്നു ഈ പെട്ര നഗരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നഗരത്തിന് വിരോധമായിട്ടാണ് ഓബദ്യാവ് ദൂത് അറിയിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, നീ പാറപ്പിളർപ്പുകളിൽ പാർക്കുന്നവനും ഉന്നതവാസമുള്ളവനുമായവൻ എന്നെ നിലത്ത് തള്ളിയിടുമെന്ന ഹൃദയത്തിൽ പറയുന്നവനാണുള്ളവേ, നിന്റെ ഹൃദയത്തിന് അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു. നീ കഴുകനെ പോലെ ഉയർന്നാലും അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ നീ എത്ര ഉന്നതത്തിൽ പാറയിൽ കൊണ്ട് കൂടുവെച്ച് അവിടെ താമസിച്ചാലും, അവിടെ നീ എത്രമാത്രം ഉന്നതമായിട്ടിരുന്നാലും അവിടെ നിന്ന് നിന്നെ ഞാൻ ഇറക്കും. അതാണ് ഓബദ്യാവ് അവിടെ പ്രവചിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നാം കാണുന്നത്, അപ്പോൾ പ്രവാചകൻ അരുളി ചെയ്തതുപോലെ ഈ പെട്ര നഗരം ഇന്ന് ശൂന്യമായിട്ട് കിടക്കുന്ന ഒരു പട്ടണമാണ്. ഈ പ്രവചനം ആശ്ചര്യമായിട്ട് നിവർത്തിയായതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മലാക്കിയുടെ പുസ്തകത്തിൽ വരുമ്പോഴും ഈ ഏദോമിനെ കുറിച്ച് അവിടെ പരാമർശിച്ചിട്ടുണ്ട്. ആദ്യത്തെ അധ്യായത്തിൽ തന്നെ
അപ്പോൾ ആ സമയത്ത് തന്നെ അത് നശിപ്പിക്കപ്പെട്ടു. അവർക്കെതിരെയുള്ള ദൈവത്തിന്റെ ന്യായവിധി നമുക്ക് ആ നിലയിൽ അവിടെ കാണാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഈ ഓബദ്യാവിന്റെ പുസ്തകം അതിന്റെ പർപ്പസ്, അതിന്റെ ഉദ്ദേശത്തിലേക്ക് നാം വരികയാണെങ്കിൽ, യഹൂദയുടെ നേരെ ഏദോം പ്രവർത്തിച്ച അക്രമവും അനീതിയും നിമിത്തം ഏദോം ശിക്ഷിക്കപ്പെടുമെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഈ പുസ്തകത്തിന്റെ ഉദ്ദേശം. 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ, അവിടെ 9-ാം വാക്യം നാം വായിക്കുന്ന, ഏശാവിന്റെ പർവ്വതത്തിൽ ഏവനും കൊലയാൽ ഛേദിക്കപ്പെടുവാൻ തക്കോണം തേമാനെ നിന്റെ വീരന്മാർ ഭ്രമിച്ചു പോകും. നിന്റെ സഹോദരനായ യാക്കോബിനോട് നീ ചെയ്ത സാഹസ നിമിത്തം ലജ്ജ നിന്നെ മൂടും. നീ സദാകാലത്തേക്കും ഛേദിക്കപ്പെടും. അപ്പോൾ നാം ഇവിടെ കാണുന്നത്, പാറപ്പിളർപ്പിലും ഉന്നത സ്ഥലത്തും പാർത്ത് അഹങ്കരിക്കുന്ന ഏദോമിനെ ദൈവം അവിടെ നിന്ന് താഴെ ഇറക്കും എന്നാണ് ഓബദ്യാവ് ഇവിടെ പറഞ്ഞത്. സന്ദേശം ആ രീതിയിലാണ് ഓബദ്യാവ് അറിയിച്ചത്. പിന്നീട് അതിന്റെ 10 മുതൽ 14 വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അതിന്റെ കാരണമായിട്ട് അവിടെ പറഞ്ഞേക്കുന്നു. അവിടെ അവരുടെ മേൽ, ഏദോമിന്റെ മേൽ വരാൻ പോകുന്ന ന്യായവിധി, അതിന്റെ കാരണമായിട്ട് അവിടെ പറഞ്ഞേക്കുന്നത് യഹൂദയോട് അവർ ചെയ്ത ക്രൂരതയും അതുപോലെ യഹൂദയുടെ അനർത്ഥത്തിൽ സന്തോഷിക്കുകയും അവർ ചെയ്തു. ഈ ഏദോമ്യരെന്ന് പറഞ്ഞാൽ യഹൂദയുടെ അല്ലെങ്കിൽ ഇസ്രായേലിയരുടെ സഹോദരങ്ങളാണ്. അവര് തീർച്ചയായിട്ടും യഹൂദരെ അല്ലെങ്കിൽ ഇസ്രായേലിയരെ സഹായിക്കേണ്ടതാണ്. അവർക്ക് അനർത്ഥം വന്നപ്പോൾ അതിൽ സന്തോഷിക്കാതെ അതിൽ സഹായിക്കേണ്ടതാണ് ഈ ഏദോമ്യര്, കാരണം സഹോദരങ്ങളാണ്. എന്നാൽ സഹായിക്കുന്നതിന് പകരം അവരെന്താ ചെയ്യുന്നത്? യഹൂദയ്ക്ക് അനർത്ഥം വന്നപ്പോൾ അതിൽ സന്തോഷിക്കുക മാത്രമല്ല, അതിൽ അവരോട് ക്രൂരതയും കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നാം വായിക്കുകയുണ്ടായി. അങ്ങനെ യഹൂദ ആകെ അങ്ങനെ പ്രതിസന്ധിയിൽ ഇരിക്കുമ്പോൾ ഏദോമ്യരും ചെന്ന് അവരെ ആക്രമിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അനർത്ഥത്തിൽ അവർ സന്തോഷിക്കുക മാത്രമല്ല, യഹൂദയിൽ വന്ന അനർത്ഥത്തിൽ അവർ സന്തോഷിക്കുക മാത്രമല്ല, അവരോട് ക്രൂരതയും ദുഷ്ടതയും പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് ദൈവം അവരെ ന്യായം വിധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, യഹോവയുടെ ദിവസം വെളിപ്പെടുമെന്നും അതുപോലെ മറ്റു ജാതികളുടെ മേലെന്ന പോലെ ഏദോമിന്റെ മേലും ദൈവം അവരുടെ പാപവും സന്ദർശിക്കുമെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യഹോവയുടെ ദിവസത്തെ കുറിച്ച് നാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാം ചിന്തിച്ചതാണ്. കാരണം യഹോവ ന്യായം വിധിക്കുന്ന ദിവസമാണത്. യഹൂദ ജനത്തോടുള്ള ബന്ധത്തിലും അത് മാത്രമല്ല അന്യജാതികളുടെ ബന്ധത്തിലും നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ യഹോവയുടെ ദിവസം മറ്റു ജാതികളുടെ മേലും ഉണ്ടാകും. അതുപോലെ തന്നെ ഏദോമ്യരുടെ മേലും യഹോവയുടെ ദിവസം വെളിപ്പെടും. ദൈവത്തിന്റെ ന്യായവിധി അവർക്ക് അഭിമുഖിക്കാണ്ട് വരും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് അതിന്റെ അവസാനം, ഓബദ്യാവിന്റെ പ്രവചനം അവസാനിക്കുന്നത് യഹൂദയ്ക്ക് വിടുതലും അതുപോലെ അനുഗ്രഹവും ഉണ്ടാകുകയും അതുപോലെ രാജ്യത്വം യഹോവയ്ക്കായി തീരുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രവചനം അവസാനിക്കും. ഇതിന്റെ ഏറ്റവും അവസാനത്തെ വാചകം എന്ന് പറയുന്നത് 21-ാം വാക്യം അവസാനിക്കുന്നത് രാജ്യത്വം യഹോവയ്ക്ക് ആകും. അപ്പോൾ രാജ്യത്വം യഹോവയ്ക്കാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പ്രവചനം അവസാനിക്കുന്നത്. അപ്പോൾ ആ ചെറിയൊരു പുസ്തകമാണ്. ഇതിന്റെ ഒരധ്യായം 21 വാക്യങ്ങളും മാത്രമേ ഓബദ്യാവിന്റെ പുസ്തകത്തിലുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇതിന്റെ ഉള്ളടക്കത്തിലേക്ക്, ഈ ഓബദ്യാവിന്റെ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളില് ഏദോമിന്റെ നാശം നമുക്ക് കാണാൻ സാധിക്കും. ഏദോമിന്റെ നാശം, അവിടെ യാക്കോബിന്റെ സഹോദരൻ എന്നുള്ള നിലയിൽ ഇസ്രായേലിനോട് സ്നേഹമായിരിക്കേണ്ടതായിരുന്നു ഈ ഏദോമ്യർ. അവര് സഹോദരങ്ങളാണ്. യാക്കോബിന്റെ സഹോദരനാണ് ഏശാവ്. അതുകൊണ്ട് അവരോട് എപ്പോഴും സ്നേഹമായിട്ടിരിക്കേണ്ടതാണ്. അവർക്ക് ഇസ്രായേലിയർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതിൽ അവരെ സഹായിക്കേണ്ടതാണ്, അവരോട് കരുണ കാണിക്കേണ്ടതാണ്. എന്നാൽ അവര് ഏദോമ്യരെ കുറിച്ച് നമ്മൾ കാണുന്നത് അവരെല്ലാ നാളും യഹൂദ ജനത്തോട് മത്സരിച്ചിരുന്നു. എപ്പോഴും യഹൂദ ജനത്തിനെതിരായിട്ട് അവര് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഏദോമ്യരെ ശിക്ഷിക്കാനായിട്ട്, ന്യായം വിധിക്കാനായിട്ട് ദൈവം നിശ്ചയിച്ചു. അപ്പോൾ ഏദോമിന്റെ നാശം വരും എന്ന് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ 1 മുതൽ 9 വാക്യങ്ങളില് ഏദോമിന്റെ നാശം എന്നുള്ള വിഷയമാണ് നമ്മൾ അവിടെ കാണുന്നത്. പിന്നീട് 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളില് ഏദോമിന്റെ നാശത്തിന്റെ കാരണം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഏദോമിന്റെ നാശത്തിന്റെ കാരണം എന്ന് പറഞ്ഞാല് അതിന്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നത്, നിന്റെ സഹോദരനായ യാക്കോബിനോട് നീ ചെയ്ത സാഹസ നിമിത്തം ലജ്ജ നിന്നെ മൂടും, നീ സദാകാലത്തേക്കും ഛേദിക്കപ്പെടും.
അപ്പോൾ ഏദോമിന്റെ നാശത്തിന്റെ കാരണം തന്റെ സഹോദരനായ യാക്കോബിനോട് ചെയ്ത സാഹസമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യെരുശലേമിലെ സമ്പത്ത് അന്യജാതിക്കാർ കൊണ്ടുപോവുകയും അവരെ ആക്രമിക്കുകയും അവരെ ഇല്ലാതാക്കുവാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഈ ഏദോമ്യര് അവര് യഹൂദയെ സഹായിക്കേണ്ടതായിരുന്നു. സഹോദരങ്ങളായതുകൊണ്ട് യഹൂദയെ അവർ സഹായിക്കേണ്ടതായിരുന്നു. എന്നാൽ അവർ ചെയ്തത് ശത്രുക്കളോടൊപ്പം ഇസ്രയേലിനെ ദ്രോഹിക്കാനാണ് ഏദോം ശ്രമിച്ചത് നമുക്ക് മനസ്സിലാക്കാം. 137 സങ്കീർത്തനം അതിന്റെ 7 വാക്യം വായിക്കാനുള്ള 137 സങ്കീർത്തനം അതിന്റെ 7 വാക്യം. ഇടിച്ചു കളവിൻ, അടിസ്ഥാനം വരെ അതിനെ ഇടിച്ചു കളവിൻ എന്നിങ്ങനെ പറഞ്ഞ ഏദോമ്യർക്കായി യഹോവയെ യെരുശലേമിനെ നാൾ ഓർക്കുകയാണ്. ഇപ്പോൾ ബാബിലോണിയർ വന്ന് യെരുശലേമിനെ പിടിച്ചടക്കി കൊണ്ടുപോയി. അപ്പോഴ് ഏദോമ്യർ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇടിച്ചു കളവിൻ, അടിസ്ഥാനം വരെ അതിനെ ഇടിച്ചു കളവിൻ എന്നിങ്ങനെ പറഞ്ഞ ഏദോമ്യർ. അപ്പോൾ ഈ ബാബിലോൺ വന്ന് ഇസ്രയേൽ അല്ലെങ്കിൽ യെരുശലേം ആക്രമിച്ചപ്പോൾ അവരെ കൂടുതൽ ഉത്സാഹിപ്പിക്കുകയാണ്. നിങ്ങൾ അവന്റെ അടിസ്ഥാനം വരെ ഇടിച്ചു കളയാൻ പറഞ്ഞ് അവരെ ഉത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിന് കൂട്ടു നിൽക്കാൻ ഏദോമ്യരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എപ്പോഴും ശത്രുക്കളോടൊപ്പം ഇസ്രയേലിനെ ദ്രോഹിക്കുന്നതിനാണ് ഏദോം അവിടെ ശ്രമിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഏദോം ഇസ്രയേലിന്റെ സഹോദരനാണ്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിനെ സഹായിക്കേണ്ടതായിരുന്നു, അവർക്ക് തുണ നിൽക്കേണ്ടതായിരുന്നു. എന്നാൽ എപ്പോഴും അവർക്കെതിരെ മത്സരിക്കുന്ന ഏദോമിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ യഹോവയുടെ ദിവസം എന്നുള്ള വിഷയം നമുക്ക് കാണാൻ സാധിക്കും. ഏദോമിന്മേലുള്ള ദൈവത്തിന്റെ ശിക്ഷ, അത് വരാൻ പോകുന്ന ശിക്ഷ 15ഉം 16ഉം വാക്യങ്ങൾ നമ്മൾ കാണുന്നു. 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ യഹൂദാഗ്രഹത്തിനുള്ള അനുഗ്രഹവും വിടുതലും നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ 21 വാക്യം അവസാനിക്കുന്നത് രാജത്വം യഹോവയ്ക്ക് ആകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓബദ്യാവിന്റെ പുസ്തകം അവസാനിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനിയും ഈ പുസ്തകത്തിന്റെ ചില പ്രത്യേകതകളിലേക്ക് നാം കടന്നു വരുവാണെങ്കിൽ, ഈ ഓബദ്യാവിന്റെ പുസ്തകത്തിന്റെ ചില പ്രത്യേകതകളിലേക്ക് നാം വരികയാണെങ്കിൽ നമുക്കറിയാം, ഒന്നാമതായിട്ട് നാം ചിന്തിച്ചതുപോലെ പഴയ നിയമത്തിലെ ഏറ്റവും ചെറിയ പുസ്തകമാണ് ഓബദ്യാവിന്റെ പുസ്തകം. ഒരധ്യായം മാത്രമുള്ള പഴയ നിയമത്തിലെ ഏക പുസ്തകം എന്ന് പറയുന്നതും ഓബദ്യാവിന്റെ പുസ്തകമാണ്. ഒരധ്യായം 21 വാക്യവും മാത്രമേ ഉള്ളൂ ഓബദ്യാവിന്റെ പുസ്തകത്തിൽ. രണ്ടാമതായിട്ട് ഈ പുസ്തകത്തിൽ നാം ചിന്തിച്ചതുപോലെ ഏദോമിന്റെ നാശത്തെ പറ്റി വിവരിക്കുന്ന ഒരു പുസ്തകമായിട്ടാണ് ഓബദ്യാവിന്റെ പ്രവചനം ഇരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് അതിന്റെ 10-ാം വാക്യത്തിൽ നാം പ്രകാശം നാം വായിച്ചതാണ്, നിന്റെ സഹോദരനായ യാക്കോബിനോട് നീ ചെയ്ത സാഹസ നിമിത്തം ലജ്ജ നിന്നെ മൂടും, നീ സദാകാലത്തേക്കും ഛേദിക്കപ്പെടും. അപ്പോൾ ഈ സഹോദരനെ നിന്ദിക്കുകയോ അല്ലെങ്കിൽ അവഹേളിക്കുകയോ ചെയ്യാൻ പാടില്ലെന്നും ബലവാനായിട്ടുള്ള സഹോദരൻ ബലഹീനനായ സഹോദരനെ വേദനിപ്പിക്കുന്ന യാതൊരു കാര്യവും ചെയ്യരുതെന്നും നമുക്ക് ഇവിടെ കാണാനായിട്ട്, ആ സന്ദേശം ഇവിടെ നൽകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ നിലയിൽ ബലഹീനായ സഹോദരനെ ബലവാനായ സഹോദരനെ എപ്പോഴും സഹായിക്കണം. അവരെ വേദനിപ്പിക്കാനായിട്ട് പാടില്ല, വേദനിപ്പിക്കാൻ യാതൊരു കാര്യങ്ങളും ചെയ്യാനായിട്ട് പാടില്ല. അത് നമുക്ക് ലോകപ്രകാരമുള്ള സഹോദരന്മാരുടെ ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല ആത്മീയ അർത്ഥത്തിലും നമുക്ക് മനസ്സിലാക്കാം. ക്രിസ്തുവിൽ നാം എല്ലാവരും സഹോദരങ്ങളാണ്. അപ്പോൾ ആ നിലയിൽ അന്യോന്യമുള്ള നമ്മുടെ കടപ്പാട്, സ്നേഹം അത് എപ്രകാരമായിരിക്കണം എന്ന് നമുക്ക് ഈ പുസ്തകത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പലപ്പോഴും നമ്മൾ സഹോദരങ്ങളെ നമ്മൾ താഴ്ത്തി കെട്ടാനും അവർക്കെതിരെ പറയാനും ഒക്കെയാണ് നാം ശ്രമിക്കുന്നത്. എന്നാൽ അതൊരിക്കലും ശരിയല്ല. എപ്പോഴും നാം നമ്മുടെ സഹോദരങ്ങളെ നാം സ്നേഹിക്കുകയും അവരുടെ സങ്കടത്തിൽ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുകയും അവരുടെ വേദനകൾ അവരെ താങ്ങുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അവരെ കൂടുതൽ വേദനിപ്പിക്കുന്ന പ്രവർത്തനം ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ള സന്ദേശം നമുക്ക് ഈ പ്രവചന പുസ്തകത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി അതിന്റെ 21-ാം വാക്യം നാം വായിക്കുമ്പോൾ നാം ചിന്തിച്ചതുപോലെ രാജത്വം യഹോവയ്ക്കാകും എന്ന് പറഞ്ഞ് ഈ പുസ്തകം അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ യഹോവ രാജാവായിട്ട് വാഴും. രാജത്വം യഹോവയ്ക്കുള്ളതാണ്, യഹോവയ്ക്ക് രാജത്വം ആകും. ഇപ്പോഴും സകലത്തെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ദൈവമാണ്.
ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. രാജാക്കന്മാരെ ആക്കുകയും നീക്കുകയും ഒക്കെ ചെയ്യുന്നത് ദൈവമാണ്. അതുകൊണ്ട് രാജ്യത്വം യഹോവയ്ക്ക് ആകും എന്ന് നമുക്ക് ഇവിടെ കാണാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ അഞ്ചാമതായിട്ട് നാം ഈ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്, ഇതിലെ പ്രവചനം നമ്മൾ ചിന്തിച്ചതുപോലെ അക്ഷരം പ്രതി നിറവേറി. ഏദോമ്യർ അവർ അഹങ്കരിച്ചു, ഞങ്ങളെ ആരും ഈ പാറയിൽ നിന്ന് താഴെ ഇറക്കാനായിട്ട് പോകുന്നില്ല, ശത്രുക്കൾ ഇവിടെ വരത്തില്ല, ഞങ്ങളെ ആക്രമിക്കുകയില്ല എന്ന് അവർ പറഞ്ഞ് അവർ അഹങ്കരിച്ചു. അവരുടെ നഗരത്തെ ചൊല്ലി അവർ വളരെയധികം അഹങ്കാരത്തോടെ അവർ ജീവിച്ചു. എന്നാല് ഓബദ്യാവ് പ്രവചിച്ചതുപോലെ ദൈവം അവരെ താഴെ ഇറക്കി, അവരെ ശിക്ഷിച്ചു, അവരെ ന്യായം വിധിച്ചതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ പ്രവചനം അക്ഷരം പ്രതി നിറവേറിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് നാം പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ പ്രവചനം അക്ഷരം പ്രതി നിറവേറിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. AD 1812 ചാവുകടലിന്റെ തെക്ക് ഭാഗത്ത് പുരാവസ്തു ഗവേഷകർ പാറയിൽ കൊത്തി ഉണ്ടാക്കിയ പെട്ര നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ കുഴിച്ചടിക്കുകയുണ്ടായി. അപ്പോൾ അതിനു മുമ്പേ ആ പെട്ര നശിപ്പിക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് നമ്മൾ ഈ പുസ്തകത്തിന്റെ പ്രത്യേകത, യെരമ്യാവിന്റെ പുസ്തകം 49-ാം അധ്യായം, യെരമ്യാ പ്രവചനം 49-ാം അധ്യായം 7 മുതൽ 22 വാക്യങ്ങൾ വായിച്ചാല് യെരമ്യാ 49-ന്റെ 7 മുതൽ 22 വാക്യങ്ങളും ഈ ഓബദ്യാവിന്റെ പുസ്തകവും തമ്മിൽ സമാനത നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ നിലയിൽ യെരമ്യാവിന്റെ പുസ്തകം 49-ാം അധ്യായം 7 മുതൽ 22 വാക്യങ്ങളും ഓബദ്യാവിന്റെ പുസ്തകവും തമ്മിൽ സമാനതകൾ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് ഈ പുസ്തകത്തിന്റെ ഓബദ്യാവിന്റെ കീ വേഴ്സസ് അല്ലെങ്കിൽ ഇവിടുത്തെ താക്കോൽ വാക്യങ്ങൾ, പ്രധാന വാക്യങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ 10-ാം വാക്യവും 21-ാം വാക്യവുമാണ്. 10-ാം വാക്യം ഈ രണ്ട് വാക്യങ്ങൾ നാം പല ആവർത്തി നമ്മൾ വായിച്ചതാണ്. 10-ാം വാക്യത്തില്, നിന്റെ സഹോദരനായ യാക്കോബിനോട് നീ ചെയ്ത സാഹസ നിമിത്തം ലജ്ജ നിന്നെ മൂടും, നീ സദാകാലത്തേക്കും ഛേദിക്കപ്പെടും. 21-ാം വാക്യം, ഏശാവിന്റെ പർവ്വതത്തെ ന്യായം വിധിക്കുകയാണ്, രക്ഷകന്മാർ സിയോൻ പർവ്വതത്തിൽ കയറി ചെല്ലും, രാജ്യത്വം യഹോവയ്ക്ക് ആകും, രാജ്യത്വം യഹോവയ്ക്കുള്ളതാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രവചനം അവസാനിക്കുക. ഇനിയും ഓബദ്യാവിന്റെ പുസ്തകത്തിൽ ക്രിസ്തു എന്നുള്ള വിഷയം നാം ചിന്തിക്കുമ്പോൾ, ക്രിസ്തുവിനെ നാം ഈ പ്രവചന പുസ്തകത്തിൽ കാണുന്നത്, ഒന്ന്, ന്യായം വിധിക്കുന്നവനായിട്ട് നമുക്ക് കർത്താവിനെ ഈ പ്രവചന പുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കും. ന്യായം വിധിക്കുന്ന കർത്താവ്. അതിന്റെ 15-ഉം 16-ഉം വാക്യങ്ങളില്, സകല ജാതികൾക്കും യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു, നീ ചെയ്തിരിക്കുന്നത് പോലെ നിന്നോട് ചെയ്യും, നിന്റെ പ്രവൃത്തി നിന്റെ തലമേൽ തന്നെ മടങ്ങി വരും, നിങ്ങൾ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ വെച്ച് കുടിച്ചതുപോലെ സകല ജാതികളും ഇടവിടാതെ കുടിക്കും, അവർ മോന്തി കുടിക്കുകയും ജനിക്കാത്തവരെ പോലെ ആകുകയും ചെയ്യും. അപ്പോൾ യഹോവ അവിടെ ന്യായം വിധിക്കും, അല്ലെങ്കിൽ ന്യായം വിധിക്കുന്ന കർത്താവിനെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നീട് രണ്ടാമതായിട്ട് നാം കാണുന്നത്, രാജാവായിട്ട് വാഴുന്ന കർത്താവിനെ നമുക്ക് കാണാം. 21-ാം വാക്യം, രാജ്യത്വം യഹോവയ്ക്ക് ആകും. അപ്പോൾ രാജാവായിട്ട് വാഴുന്നവനായിട്ട് കർത്താവിനെ നമുക്ക് കാണാം. സകലത്തിന്മേലും ആധിപത്യമുള്ള നമ്മുടെ കർത്താവിനാണ്. കർത്താവ് സകലത്തിന്മേലും വാഴുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ രാജാവായിട്ട് വാഴുന്നവനാണ് നമ്മുടെ കർത്താവ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ഓബദ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഏദോമിൻ മേലെ ദൈവത്തിന്റെ ന്യായവിധി അത് തീർച്ചയായിട്ടും ഉണ്ടാകും. അത് എത്രമാത്രം അസാധ്യമാണെന്ന് അവർ കരുതിയാലും ന്യായവിധി തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ കാരണം ഏദോമിന്റെ സഹോദരനായ ഇസ്രായേലിനോട് അവർ ചെയ്ത സാഹസമാണ്. അവരെ അന്യജാതിക്കാർ അവരെ ഞെരുക്കിയപ്പോൾ അവരെ സഹായിക്കേണ്ടതിന് പകരം അവരെ കൂടുതൽ ഞെരുക്കാനായിട്ട്, അവരെ കഷ്ടപ്പെടുത്താനായിട്ട് അവര് തുനിയുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് അവരുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി വരുന്നു. അതിനെക്കുറിച്ച് പ്രവാചകൻ ഇവിടെ പ്രവചിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുകയും ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകളിൽ നാം അഹങ്കരിക്കാതെ, നാം സഹോദരങ്ങളെ സ്നേഹിച്ച് മാനിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. അതിന് വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. സഹോദരങ്ങളുടെ ഇടയിലുള്ള സ്നേഹം അത് എപ്രകാരമായിരിക്കണം എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.